രാമാനുജന്റെ കൈപ്പുണ്യമുള്ള കൈകൊണ്ട് തകർപ്പൻ ചായ കുടിക്കാൻ മോഹം ഉണ്ടെങ്കിൽ മേളിലോട്ട് പോവാ. എനിക്ക് ചിന്താതിരിപ്പേട്ടയിൽ ഒരു പഴയ കാർ നോക്കാനുണ്ട്. കൈപ്പുണ്യമുള്ള കൈയുണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാശില്ലേ, അതിങ്ങ് തന്നെ. ഓ, എന്തേ? ആ കാശ് ഞാൻ പിന്നെ തരാം. ഇപ്പൊ കയ്യിലുള്ളതൊക്കെ 1000ന്റെ നോട്ടാ. അതെ. अरे वो कीरा शरणा बहन என்ன கீரை வேணும்? முளைக்கீரை चाहिए. कितने का है? कट 2 ரூபாய். अयो कल तो चीप रेट में बेच रही थी, आज ഹലോ രാമു, എന്നെ ശീക്കിരം വന്നിട്ടേ അമ്മ ബാത്റൂമിലെ വഴിക്ക് വീഴിയാ വിഴുந்தாச்சு பாட்டி. ஆனா ஒண்ணும் ஆகலை. അതമർത്തിയിട്ട് കാര്യമില്ല സാർ. ശനിയാഴ്ച ലിഫ്റ്റ് ശരിയാക്കുന്ന അസോസിയേഷൻ സെക്രട്ടറി വാക്ക് തന്നിരുന്ന. എന്താ ശനിയാഴ്ച പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇത് ഒരു കാലത്തും വർക്ക് ചെയ്യുന്ന മട്ടില്ലേ? വർക്ക് ചെയ്യും. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം മുടിയുമ്പോ വർക്ക് ചെയ്യും. പിന്നെ രാമു സാർ, അന്ത പടം പോച്ചു സാർ. എന്താ പടം? ഒരു മലയാള പടത്തിൽ നടിക്കാൻ എനിക്ക് ചാൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് പോയി, എല്ലാം ശരിപ്പെട്ട് വന്നതാ. ഡയറക്ടർ സാറെ എന്റെ പേര് കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു TK നമ്പ്യാർ. അയാളുടെ മുഖം കറുത്തു. മൂപ്പർക്ക് അങ്ങോട്ട് രസിച്ചില്ലേ തോന്നുന്നു. നമുക്ക് യോഗമില്ലാന്ന് കരുതിയാൽ മതി. ഓടയിൽ നിന്ന് പടത്തിൽ സത്യമാഷ, ഓടയിൽ നിന്നുള്ള പടത്തിൽ സത്യമാസം നമ്പ്യാരുടെ ബീഡി മേടിച്ച് വലിച്ച കഥയല്ലേ അത്? നമ്മൾ എത്ര പ്രാവശ്യം സംസാരിച്ചിരിക്കുന്നു. സത്യമാസം ഒരു പ്രാവശ്യം കൂടി ബീഡി വലിച്ചാൽ ഞാൻ ഓഫീസിൽ പോകാൻ വൈകും. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ಮದ್ರಾಸ್ ಅಲ್ಲಿ ನೀರಿನ ಪ್ರಾಬ್ಲಮ್ ಎಲ್ಲಾ ಕಡೆನೂ ಇದೆ. ಈಗ ನಮ್ ಫ್ಲಾಟ್ ಅಲ್ಲಿ ಮಾತ್ರ ಅಲ್ಲ. ಮಿಸ್ಟರ್ ರಾಮು, ಕಮಿಂಗ್ ಸಂडे वी हैव अ मीटिंग. ओके. हाय हाय सरदार जी, क्या संडे को एसोसिएशन का मीटिंग है, जरूर आना। मीटिंग? ओ मैडम, पहले लिफ्ट तो ठीक कराओ, फिर मीटिंग का सोचेंगे. मेरा तो दिमाग खराब What is this? Everybody is blaming me. What can I do? नाना लिफ्ट मैकेनिका. हाय अंकल. हाय पार्वती. अंकल, ஒரு விஷயம். என்ன விஷயம்? I know you won't believe me. ஆனா இந்த ரெண்டு கண்ணால நான் பார்த்தேன். என்ன பார்த்தாச்சு? 5th ஃப்ளோர்ல கோபால் அங்கிள் இருக்கார்ல, he was alone in his flat. G9 flatல சாந்தி ஆண்டி அந்த டைம்ல எதுக்கு அங்க போகணும்? நான் அப்படியே காதை அவங்க வாசல் கிட்ட வச்சு பார்த்தேன். உள்ள ஒரே சிரிப்பு சத்தம். എന്തിനാണ് മറ്റുള്ളവരുടെ വീട്ടുവാസലിൽ നീ കാதை இப்படி വെച്ച് കേട്ടത്? இது ரொம்ப நாளா நடக்குது அங்கிள். அது மட்டும் இல்ல, டி பிளாக்ல டாக்டர் அங்கிளோட பொண்ணுக்கு டியூஷன் எடுக்க வருவார்ல, கமலஹாசன் மாதிரி ஒரு மாஸ்டர், அவருக்கு அந்த பொண்ணு மேல காதல். இப்ப டியூஷன் நிறுத்தியாச்சு. പാർവതി പോന വാട്ടി, നീ എക്സാമുക്ക് ഫെയിൽ അയച്ച്. ടിവി സീരിയലും പാട്ട് കാണലും അല്ലാതെ പുസ്തകം കൈകൊണ്ട് തൊടുന്ന പരിപാടി നിനക്കില്ലാന്ന് ഓൻ പാട്ടി ചൊന്നത് ചുമ്മാതല്ല. ദേ, മറ്റുള്ളവരുടെ കാതൽ വിഷയങ്ങൾ അന്വേഷിക്കാതെ ഇപ്രാവശ്യങ്ങളൊന്ന് പഠിച്ച് പാസ്സാവാൻ നോക്ക്. അയ്യോ, നാശം. നമ്പ്യാരെ, ഒരു ചായ മേടിച്ചോണ്ട് വരണം. അതേ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ആ പയ്യനോട് 2 ദിവസം പത്രം ഇടണ്ടെന്ന് പറയാൻ ഞാൻ ഏൽപ്പിച്ചതല്ലേ? ചെയ്തില്ല. ഇന്ന് പാല് മേടിച്ചു വെക്കണമെന്ന് പറഞ്ഞു, അതും ചെയ്തില്ല. അതുകൊണ്ട് രാമു സാർ, പാൽക്കാരൻ സൈക്കിളിൽ നിന്ന് വീണു, ഇന്നേക്ക് വരല്ലേ. നോണ, കല്ല് വെച്ച നോണ. ഇയാള് വലിയ സിനിമാതാരാവാൻ നടക്കുന്ന ആളല്ലേ. അപ്പൊ പിന്നെ ഇതൊക്കെ ഓർക്കാൻ എവിടെ നേരം? ആ ചായ എത്രയും പെട്ടെന്ന് കൊടുത്തേക്ക്. പിന്നെ ആ ഗ്യാസ് ഏജൻസിയുടെ നമ്പർ ഇല്ലേ, അവിടെ വിളിച്ചൊരു സിലിണ്ടർ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറയണം. അത്രേ ഉള്ളൂ.